നമസ്കാരം. കാവ്യ മൈരൻ, കാവ്യ മാരൻ, അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓണർ കാവ്യ മാരൻ. സത്യം പറഞ്ഞ അക്ഷരം തെറ്റാതെ എവരെയൊക്കെയാണ് ഈ പറയുന്ന മൈരത്തി എന്നൊക്കെ വിളിക്കാനുള്ളത്? സത്യം പറയാമല്ലോ, ഇതുമാതിരി തെണ്ടിത്തനം, അത് ഊഞ്ഞാല പരിപാടിയാണ് ഇവള് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായത്? നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ പറയുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓണറായ ഇന്ത്യക്കാരിയായ ഇവള് കാണിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനും പൊറുക്കാൻ പറ്റാത്ത ഒരു കുറ്റമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു ഇന്ത്യക്കാരനും പൊറുക്കാൻ പറ്റാത്ത ഒരു കുറ്റമാണ് ഇവള് ചെയ്തിരിക്കുന്നത്. ഇവൾ എന്ത് ചെയ്താൽ കൊള്ളാമെന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ദ 100 എന്ന് പറയുന്ന ലീഗ് ഇവിടെ ഇംഗ്ലണ്ടിൽ എങ്ങോട്ടാണ്. അവിടെ എന്ത് ചെയ്തു? ഈ പറയുന്ന പിന്നീട് മുംബൈ ഇന്ത്യൻസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്, അങ്ങനെ ഇന്ത്യയുടെ 1-2 ഫ്രാഞ്ചൈസീസുകൾ അവിടെ ഉണ്ട്. അവിടെയുള്ള ടീമിൽ IPL പോലെ വേറൊരു ടൂർണമെന്റ് ആണ്. അവിടെ ചെന്ന് ഒരു പാകിസ്ഥാൻകാരനെ ഇവള് ഏതാണ്ട് 2.5 കോടി രൂപ, 2.3 എന്താണ് കോടി രൂപയ്ക്ക് അവിടെയുള്ള ഒരു പാകിസ്ഥാൻകാരനെ വാങ്ങി. എനിക്കത് ഇവിടുത്തെ 2.5 അവിടെ ഏതാണ്ട് 7 കോടി രൂപ അടുപ്പിച്ച് വരും. അവിടുത്തെ ഏതാണ്ട് 7 കോടി രൂപ വരും. ആ പൈസ കൊടുത്ത് ഇവള് വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആരെ വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ ഈ അബ്രാർ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു തെണ്ടി, ഈ കയറ്റ് വെട്ടിയ തെണ്ടിയുണ്ട്, അറിയാലോ. ഇതുപോലത്തെ ഒരു നാറി, നമ്മുടെ ഇന്ത്യ ഇത്രയും ആക്ഷേപിക്കുന്ന ഒരു നാറി വേറെ ആ പറയുന്ന ക്രിക്കറ്റ് ടീമിൽ ഇല്ല എന്നുള്ളതാണ്. മുമ്പ് ഒരു നാറി ഉണ്ടായിരുന്നു, മറ്റേ അഫ്രീദി, അവൻ ലോക നാറിയാണ്. അതുപോലുള്ള ഒരു നാറിയാണ് യവനെ അവിടെ പോയി ഇവള് ലേലം വിളിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ സത്യമായി ഇവിടെയുള്ള ഇന്ത്യയിലുള്ള സി ടീമിലുള്ളവന്മാർ അത്രയും പോലും ക്വാളിറ്റി ഇല്ലാത്തവന്മാരാണ് അവിടെ പാകിസ്ഥാനിലുള്ളവന്മാര്. അവിടെ ചെന്ന് ഈ അബ്രാഹാം അഹമ്മദിനെ പോലുള്ളവരെ എടുക്കാൻ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യ കളിക്കാൻ വന്നപ്പോ കൈ പോലും കൊടുത്തില്ല അവന്മാരെടുത്ത് കൈ പോലും കൊടുത്തിട്ടില്ല ഇതുവരെ കേട്ടും. അതൊക്കെ നിൽക്കുമ്പോൾ ഇന്ത്യ ഇത്രമാത്രം, അതായത് അഭിനന്ദന വരെ, നമ്മുടെ കമാൻഡറായ ലഫ്റ്റനന്റ് കമാൻഡറായ അഭിനന്ദന വരെ സ്ഥിരം എപ്പോഴൊക്കെ അവൻ അവസരം കിട്ടും അപ്പോഴൊക്കെ അവൻ ആക്ഷേപിച്ചിട്ടുണ്ടാകുന്ന ഒരു മാറിയ മോനാണ് ഈ പറയുന്ന അബ്രാഹ് അഹമ്മദ്. ഓർമ്മയിട്ട് അന്ന് നമ്മുടെ ഗില്ല് ഔട്ടായപ്പോഴും, അതുപോലെ നമ്മുടെ സഞ്ജു സാംസൺ ഔട്ടായപ്പോഴും എന്റെ കഴുത്ത് ഒടുക്കി പോവുള്ളൂ. അത്രയ്ക്ക് നാറി. നിങ്ങൾക്ക് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക. ഈ നാറിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി എനിക്ക് ഞാൻ ആ ഒരു സാധനം ഇട്ടുതരാം. ആര്? ഈ പറയുന്ന നമ്മുടെ ഗില്ലിന് ഔട്ടാക്കിയപ്പോഴും കണ്ടോ? കണ്ട ഇങ്ങനെ ചെയ്തവൻ അറിയാല്ല. ഇതിങ്ങനെ ചെയ്തത് കൊണ്ടൊന്നും ഞാൻ വലിയ കുറ്റമൊന്നും പറയില്ല. അത് ഓരോരുത്തർ ഓരോ സ്പിരിറ്റ്, ഓരോരുത്തർ ഓരോ സ്റ്റൈല് കാണിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇവനെ ഏറ്റവും കൂടുതൽ തെണ്ടിത്തനം കാണിക്കുന്നത് നമ്മുടെ പിന്നീട് അഭിനന്ദനെ. അന്ന് പാകിസ്ഥാനിൽ ഫ്ലൈറ്റ് തകർന്നു പിടിച്ചില്ല. ആ സമയത്ത് അഭിനന്ദനൻ ചായക്കപ്പ് കൊണ്ട് കുറെ അവിടുത്തെ ചായ കൊള്ളാം, പാകിസ്ഥാന്റെ ചായ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവൻ നിരന്തരം ഈ പറയുന്ന അഭിനന്ദനെ എന്ത് ചെയ്തു? ആക്ഷേപിച്ചുകൊണ്ട് അവനെല്ലാം ഇവന്റെ ടീമിലെ മുഖ്യമാണോ ആക്ഷേപിച്ചുകൊണ്ട് ട്രോൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് ഇവിടെ വെച്ച് തരാം. നോക്കിക്കോട്ടെ, കണ്ട കപ്പ് പൊക്കി കാണിക്കുക എന്നുള്ളതാണ് ഇവന്റെ മെയിൻ ഹോബി. ഇത് ഒരിക്കലൊന്നുമല്ല, ഇവൻ പല പ്രാവശ്യവും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഈ നാളം കെട്ട നമ്മുടെ ഇന്ത്യയെ ആക്ഷേപിക്കുന്ന ഒരു നാറി എന്നെ ടീമിൽ നിന്ന് എന്തൊരു ഒലക്കം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഞാൻ ഈ സൈഡിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഒരുപാടുണ്ട് ഈ നാറി കാണിച്ച സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഈ കാവ്യ, എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നത്. കാവ്യ മാരൻ എന്ന് പറയുന്ന ഈ നാറി ഇവള് എന്തുദ്ദേശത്തിലാണ്? നിങ്ങളൊരു കാര്യം ചെയ്യട്ടെ, അവരെ ചാച്ചയെ നമ്മളെ വിളിക്കുന്ന ഒരുത്തനും കൂടി ഉണ്ടല്ലോ, അവന്റെ പേരൊന്നും ഹാരിസ് റോഫിനെ കൂടി എടുക്കാത്തത്. അവനും ഇതുപോലെ അവൻ എപ്പോഴും മറ്റേ വിക്കറ്റ് ഇങ്ങനെ കാണിക്കും, മറ്റേ തകർന്ന മനസ്സിലായോ? അപ്പൊ നിങ്ങളെല്ലാം ചിലവർ പറയും അയ്യോ അത് സ്പോർട്സ് വേറെ, ഈ പറയുന്ന രാജ്യം വേറെ. അങ്ങനെയല്ല. സ്പോർട്സ് വേറെ, രാജ്യം അങ്ങനെ. രാജ്യത്തിനേക്കാൾ വലുതായിട്ട് ഒരു തേങ്ങയും ഇല്ലെന്ന് മനസ്സിലാക്കുക. രാജ്യത്തെക്കാൾ വലുതായിട്ട് ഒരു സ്പോർട്സും ഇല്ല, ഒരു ഉത്സവങ്ങളിലും ഒരു തേങ്ങയും ഇല്ല. രാജ്യത്തെ ആക്ഷേപിക്കുന്നവന് നമ്മൾ വെട്ടി തന്നെ വീഴണം. നമ്മുടെ രാജ്യത്തെ ആക്ഷേപിക്കുന്ന ഏവനായാലും ശരി തന്നെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളവർ, അതായത് ഈ ഇത്രയും പ്രശ്നങ്ങളായി ട്രോഫി വാങ്ങിച്ചില്ല, കൈ കൊടുത്തില്ല, അവരെ നീ ഇനി പോയി കെട്ടിപ്പിടിക്കുമോ? അതെനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്. അപ്പോ
നീ പോയി കെട്ടിപ്പിടിക്കുമോ? ഈ കാവ്യ മാറിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇനിയിപ്പോൾ നിങ്ങൾ ജയിക്കുമല്ലോ, അവരെ പോയി കെട്ടിപ്പിടിക്കും. അതുപോലെ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, ഇവരൊക്കെ നിങ്ങളുടെ ടീമിലുള്ള, ഇനി അവൻ ചെന്ന് കൈ കൊടുക്കണോ? എവിടത്തെ ഇനി എന്ത് 5 പൈസയുടെ വിവരം ഇല്ലാത്തവളായിപ്പോയല്ലോ, 5 പൈസയുടെ. ആ പാകിസ്ഥാനുള്ള എല്ലാം എണ്ണം നാറികളാണ്. അവരൊക്കെ ആകെക്കൂടിയുള്ളത് ഈ പറയുന്ന കള്ളം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അവന്മാര് പിന്നീട് എന്താണ്, അവന്മാരെ വിമാനം തകർന്ന് അവർ പറയത്തില്ല. അവർ ഇപ്പോഴും എല്ലാ യുദ്ധവും അവന്മാർ ജയിച്ചെന്നാണ് അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവിടെ ഈ പറയുന്ന 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ച് വിടുന്നത് തന്നെ ഇന്ത്യ നമ്മുടെ ശത്രുക്കളാണ്, അവരെ കൊല്ലണം എവിടെ കണ്ടാലും, അതാണ് പഠിപ്പിച്ചു വിടുന്നത്. അത് അവിടെയുള്ള യൂട്യൂബേഴ്സ് തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊച്ചു കുട്ടികൾ പറയുന്നത് അവരുടെ പാഠത്തിലുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു രാജ്യമാണ്, അവരെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു, അതുകൊണ്ട് എവിടെ കണ്ടാലും അവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സ്വർഗം കിട്ടും എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവനെ പോലുള്ളവനെ നിന്റെയൊക്കെ ടീമിലെടുക്കാൻ നിനക്ക് എത്ര വിവരം ഉണ്ടടി എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മുടെ സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും നമുക്കിത് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്ത ഒരു സംഭവമായിപ്പോയി. മറ്റേ മുസ്തഫുൾ റഹ്മാനെ എടുത്തപ്പോ എന്തായി, ഊഞ്ഞാലയായോ? അതുപോലെ തന്നെ നീ ഊഞ്ഞാലയാവും. എവിടെ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടല്ലോ, എക്സ് അക്കൗണ്ട്, അത് ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിരിക്കും, അത് പൂട്ടിക്കും. അല്ല, ഒരു ചെറിയൊരു 5 പൈസയുടെ വിവരം വേണ്ടേ? അതും ഭയങ്കര ലേലം വിളിച്ചെടുത്തത്. വേറൊരിടത്ത് അവിടെ കിടന്ന് വിളിക്കുന്നു, ഇവള് ഭയങ്കര ലേലം പൊക്കി. എന്തൊക്കെ ഈ പറയുന്ന ഇവരെ വിചാരിക്കുന്നത് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെളിയിൽ പോയാൽ നമുക്ക് എന്ത് തേങ്ങയും ചെയ്യാം. ഇതിപ്പോ ഇന്ത്യയിലല്ലല്ലോ ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേണേ കെട്ടിപ്പിടിക്കും, ഞാൻ വേണേ അവർ കൈ കൊടുക്കും, ഞാൻ വേണേ ഉമ്മ കൊടുക്കും. ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? സാറ്റ്നർ എന്തോ ആണെന്നുള്ളൂ കൂടെ ഇരിക്കുന്നത്. അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അപ്പോ ഇതാണ് സംഭവം. ഈ പറയുന്ന അബ്രഹാം പിന്നെ അഹമ്മദിനെ പോലുള്ള നാറികളെയൊക്കെ എടുത്ത് ഇന്ത്യയുടെ വിലകൾ, അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യയോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ആത്മാർത്ഥത എത്രയാണ് ഈ ഒരു ചെറിയൊരു ഇൻസിഡന്റ് മനസ്സിലാവും. പൊങ്കാലയാണ്, പൊങ്കാല. ഇനി ആരെങ്കിലും നിങ്ങൾ ഇവൻ വന്നെന്ന് വെച്ചാൽ ഇനി ഈ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂ. ഒരു ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ഒരു ദേശസ്നേഹി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂ. ഇനി ഇവിടെ വന്നിട്ട് മറ്റേ കളി വേറെ തേങ്ങ വേറെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെയല്ല. കളി ക്രിക്കറ്റ്, മെയിനായിട്ട് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ്. അത് നമ്മുടെ ഭാരതവുമായിട്ട്, നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ ആക്ഷേപിക്കുന്ന, രാജ്യത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്ന, രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന തീവ്രവാദികളെ പടച്ചു വിടുന്ന രാജ്യത്ത് അവന്മാരെ ഒരു തരത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അവന്മാരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് എവിടെ കൂടി നമ്മൾക്ക് എപ്പോഴൊക്കെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ അവന്മാർ ബാക്കിൽ കൂടി ഒന്ന് പണി എന്നിട്ടേ ഉള്ളൂ. നേരെ ചെന്ന് അടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് കുറെ തീവ്രവാദികളെ പടച്ചു വിടുക, പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുക എന്നുള്ളത് അവന്മാരെ കൊണ്ട് പറ്റത്തുള്ളൂ. തെണ്ടിയാണ് ജീവിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാക്കാൻ തെണ്ടിയാണ് ജീവിക്കുന്നത്. എല്ലാവരുടെ പോയി കൈനീട്ടിയാണ് ജീവിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ അടുത്ത് ഓടിക്കിടന്ന് തോക്കയാണ്. നീ ഇന്ത്യക്കാരി എന്നല്ലോ, ഈ ഇന്ത്യയുടെ പൈസ കൊണ്ട് തന്നെയല്ലോ തിന്നു പെരുത്ത് നടക്കുന്നത് ആണോ? അപ്പൊ ഇവരെ പോലുള്ള നാറികൾ, അതായത് ഇന്ത്യ എപ്പോഴും ഏതു സമയത്തും ഇന്ത്യൻ ആർമിയാണ്, തന്നെയല്ല ഇന്ത്യൻ ആർമിയെ അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന ഇതിനെ പോലുള്ള പരനാറികളെ തന്റെ ടീമിലെടുക്കാൻ എങ്ങനെ തോന്നി എഴുതി നിനക്ക്? എനിക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാതായിപ്പോയോ? ഈ ജനങ്ങളെന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് കരുതിയോ? ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യൂ? കിട്ടുന്ന സമയങ്ങളെല്ലാം അവനെ എവിടേക്ക് അവന് സമയം കിട്ടും. ഇത് മാത്രമേ ഉള്ളൂ, ആ കപ്പെടുത്ത് ഇങ്ങനെ കാണിക്കുക എന്നുള്ളത്. ഇത് മാത്രമേ അവരെ കൊണ്ട് ചെയ്യാൻ, അല്ലാതെ കളിച്ച് ജയിക്കാനെ കൊണ്ട് അവരെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ സിംബാബ്വേയോട് കണ്ടില്ലേ 100 റൺസിന് ഓൾ ഔട്ട് ആയത്? ഇത്രയേ ഉള്ളൂ. തമ്മിലടിയും ഈ പറയുന്ന വാതുവെപ്പും ഇതൊക്കെ തന്നെയാണ് അവരെ പണി. ഇതേ പറ്റത്തുള്ളൂ. ഇരുന്ന് വീരവാദം അടിക്കുക, നുണയടിക്കുക. അവിടെയുള്ള വേറെ അവിടെ ഈ പറയുന്ന നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ഉണ്ടല്ലോ, അവന്മാരാരെങ്കിലും വിളിച്ചോ പാകിസ്ഥാൻ പ്ലേയേഴ്സിനെ? അത് യവനെ, വേറെ ആരെയും കിട്ടിയില്ല. വേറെ ആരെയെന്നല്ല, ഇവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം അവനാണ് ആ ടീമിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ. പിന്നെ മറ്റേ ചാച്ച റൌഫ് അവൻ പിന്നെ ഫീൽഡ് ഔട്ടായി, കിളവനായി. മനസ്സിലായോ? അവന് ഈ ഒരു തരിപ്പുണ്ട്. പിന്നെ ഇപ്പോഴും പണ്ടും തരിപ്പുണ്ടെന്ന് ഇപ്പോഴും ഭ്രാന്തടക്കൊണ്ട് അഫ്രീദി, ഏതൊക്കെ സമയം കിട്ടും അവിടെയൊക്കെ കുറ്റം കൊണ്ടുപോകുന്ന അഫ്രീദി ഉണ്ടല്ലോ, ആ നാറി. അവനെ കൂടി എടുത്തു പോയി, അവനെ തന്നെ മാനേജറാക്ക്. റൌഫിനെ നിന്റെ തൊട്ടടുത്തിരുത്ത്, ഇവനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? കഷ്ടം തന്നെ, കഷ്ടം. ഇന്ത്യക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ നടക്കണേ. വേറെ ആരെയും കിട്ടിയില്ല,
വേറെ ഒറ്റ മനുഷ്യരെ കിട്ടിയില്ല. എത്ര സെൻസ് ഉണ്ടെന്ന് നോക്കണം, എത്ര ബുദ്ധി ഉണ്ടെന്ന് നോക്കണം. ഈ ഇന്ത്യക്കാർ ഈ പറയുന്ന ഇവരൊക്കെ ഇഷാന്ത് കിഷനും അഭിഷേക് ശർമ്മ ഒക്കെ നിൽക്കയില്ലേ? അവർക്കൊക്കെ ഇനി നോക്കണം, നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കളിക്കുന്ന ഫ്രാഞ്ചൈസിയിൽ ഇപ്പം പാകിസ്ഥാനക്കാരാണ് വില കൊടുത്ത് വാങ്ങിയാണ്, അത് വാദിച്ച് ഫൈറ്റ് ചെയ്ത് വാങ്ങിയാണ്. വേണം ഇതിനുള്ള ഒരു കളി ഇറങ്ങി നോക്ക്, ഇറങ്ങിയ തീർന്ന്. എനിക്ക് തോന്നുന്നില്ല അവളെ ഇനി അവനെ ആ ടീമിൽ ഇറക്കുമെന്ന് തോന്നുന്നില്ല. മറ്റേ ബംഗ്ലാദേശിൽ ആ പ്രാന്തിന് പറ്റിയില്ലേ, അതുപോലെ പറ്റാനുള്ള ചാൻസസേ ഉള്ളൂ. കാരണം വെച്ചേക്കില്ല, കത്തിക്കും, ജനങ്ങൾ കത്തിക്കും. കത്തിക്കണം എന്ന് പറയണത്, ഞാൻ ഇതിനൊക്കെ കത്തിക്കണമെന്നേ പറയുള്ളൂ. കാരണം ഇന്ത്യക്കെതിരായിട്ട്, നമ്മുടെ ഭാരതത്തിനെതിരായിട്ട് ഒരു നോക്ക് കൊണ്ടുപോലും, ഒരു വാക്ക് കൊണ്ടുപോലും എന്തെങ്കിലും ചെയ്യാൻ അവനെയൊന്നും വെച്ചേക്കരുത്. അത് ആരോ ആയിക്കോട്ടെ. അതായത് രാജ്യദ്രോഹത്തിനപ്പുറം മറ്റൊരു കുറ്റം ഇല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ രാജ്യം കഴിഞ്ഞേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് നമുക്ക് എടുക്കണം. ശരി.